KTU 2019 സ്കീം മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ മൊഡ്യൂൾ 1 തിയറിയാണ്. നമ്മളൊരു ഒബ്ലീക്ക് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഒരു പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് 0 ആവുക, എന്നിട്ട് ആ പ്ലെയിനിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ. ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെയിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്നും, അതുപോലെ നോർമൽ സ്ട്രെസ് 0 ആവുകയും ഷിയർ സ്ട്രെയിൻ 0 ആവുകയും ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ പ്ലെയിൻ സ്ട്രെസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നത്. ഒക്കെ ഡെഫിനേഷനായിട്ട് നമുക്ക് 3 മാർക്സിനും 4 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. തിയറി ഓഫ് പ്ലെയിൻ സ്ട്രെസ് ആൻഡ് പ്ലെയിൻ സ്ട്രെയിൻ. നമ്മളൊരു ബോഡിയിൽ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ സ്ട്രെസ്സ് ആക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കതിനെ കുറേ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്ട്രെയിൻ ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കുറേ കമ്പോണൻസ് ആയിട്ട് ഒരു പ്ലെയിനിൽ കാണിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്ലെയിൻ സ്ട്രെയിൻ എന്നും പറയാൻ പറ്റും. ഒരു ഒബ്ജക്റ്റിൽ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ട്രെസ് വെക്ടേഴ്സ് ഉണ്ടാകും ഒരു ഗിവൺ പോയിന്റിൽ. ഇങ്ങനെ കുറേ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ട്രെയിൻ വെക്ടേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്ലെയിനിൽ കൂടെ പാസ് ചെയ്യുന്ന എല്ലാ വെക്ടറുകളും വെച്ചിട്ട് നമുക്ക് ആ പോയിന്റിലെ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇത് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിട്ടിക്കൽ പ്ലെയിനും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സ്ട്രെസ്സൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയൊക്കെ ഇക്വേഷൻസാണ് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. കോഷീസ് ഇക്വേഷൻ ഓർ സ്ട്രെസ് അറ്റ് എ പോയിൻ്റ്, അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്തതാണ്. TX, TY, TZ വെച്ചിട്ട് അതിൻ്റെ ഡെറിവേഷനാണ്. ഒരു ടെട്രാഹെഡ്രൽ ABC ആണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. അതിനകത്ത് NX, NY, NZ ഡയറക്ഷൻ കൊസൈൻ, T അതിൻ്റെ റിസൾട്ടൻ്റ് സ്ട്രെസ്സാണ് ABC എന്ന് പറഞ്ഞ ഫേസിനകത്തുള്ളത്. അപ്പോൾ ടിയുടെ കമ്പോണൻസ് ആണ് TX, TY, TZ, XYZ കമ്പോണൻസ്. അതുപോലെ ഫോഴ്സിൻ്റെ കമ്പോണൻസ് ആണ് FX, FY, FZ. പെർ യൂണിറ്റ് വോളിയത്തിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണത്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എപ്പോഴും 0 ആയിരിക്കണം. അപ്പോൾ X ഡയറക്ഷനിൽ നമ്മൾ ടോട്ടൽ ഫോഴ്സിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. സിമിലർലി Yനെ ഇക്വേറ്റ് ചെയ്യും, അതുപോലെ തന്നെ Zനെ ഇക്വേറ്റ് ചെയ്യും. അതിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് Nന് 0 അത് പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പ്ലെയിൻ P എന്ന് പറഞ്ഞ പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്ന പോകുന്നതായിട്ട് മനസ്സിലാവും. അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ TX, TY, TZ എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തും. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ ഒരു പോയിന്റിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്ട്രെസ് അനാലിസിസ് ആണ് പോയിന്റ്. അപ്പോൾ അതിൽ ഓരോ ഫേസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സ്, അതിൻ്റെ റിസൾട്ടൻ്റ് സ്ട്രെസ്സ്, അതിൻ്റെ ഇക്വേഷൻസ്, നമ്മൾ പ്രോബ്ലം ചെയ്ത ഇക്വേഷൻസൊക്കെ ഇവിടെ നമ്മൾ എഴുതി വെച്ചേക്കുകയാണ്. അതുപോലെ സ്ട്രെസ് ടെൻസർ നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിച്ചു സ്ട്രെസ് ഇൻവേരിയൻസ്. സ്ട്രെസ് ഇൻവേരിയൻസ് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്യാത്ത സാധനം, അതിനാണ് നമ്മൾ സ്ട്രെസ് ഇൻവേരിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പല ഡിസൈനിങ് ടൈമിലും കൺസിഡർ ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിറ്റി അതുപോലെ തന്നെ ഫെയിലിയർ ക്രൈറ്റീരിയയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ താഴെ എഴുതിയേക്കുന്നത്. 3 മാർക്സിന് നമുക്ക് ചോദിക്കാറുണ്ട് സ്ട്രെസ് ടെൻസറിന് എന്തുകൊണ്ടാണ് സിമെട്രിക് ആയിട്ടിരിക്കുന്നതെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയാണ് നമ്മൾ സ്ട്രെസ് ടെൻസർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഇത് റൊട്ടേറ്റോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നെറ്റ് ടോർക്ക് 0 ആയിരിക്കും. അപ്പോൾ ഇതെപ്പോഴും സിമെട്രിക് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഡ്യൂ ടു ദ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് പ്ലെയിൻസ്. നമ്മളൊരു പ്ലെയിൻ N കൺസിഡർ ചെയ്യാണ്. ഡയറക്ഷൻ കൊസൈൻ NX, NY, NZ ഇതെല്ലാം നോർമലി ആണ്. പിന്നെ സിഗ്മയാണ് അതിലെ സ്ട്രെസ്സിൻ്റെ സ്ട്രെസ് ഫാക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും പ്രിൻസിപ്പൽ സ്ട്രെസ്സും. അപ്പോൾ നമുക്ക് ടീനും സിഗ്മേൻ്റെ ഉണ്ടെന്ന് എഴുതാം. ഇത് 3 ഡയറക്ഷനിലും എഴുതാം, എക്സിലും വൈയിലും സെഡിലും. കോഷീസ് ഫോർമുലയിലേക്ക് നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ NX, NY, NZ കോഎഫിഷ്യൻറ്റ് 0 ആയിരിക്കണം. അങ്ങനെ അത് ഇക്വേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുന്നത്. അതിനകത്താണ് L1, L2, L3 എന്നുള്ള സ്ട്രെസ് ഇൻവേരിയൻസ് നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ അത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടുന്നത്. ഇതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ നോട്ടിൽ ഓൾറെഡി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എക്സാമിന് ഇത് ചോദിക്കാറുണ്ട് പ്രോബ്ലം. ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിലെ ഒരു ഡിഫോംഡ് ആയിട്ടുള്ള സ്റ്റേജിൽ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ സ്ട്രെസ്സിനെല്ലാം നമ്മൾ ഒരു മാട്രിക്സിൽ ഡിഫൈൻ ചെയ്യുന്നു. ഒരു 9 കമ്പോണൻസ് ഉള്ള മാട്രിക്സ്, അതിനെയാണ് നമ്മൾ സ്ട്രെസ് ടെൻസർ എന്ന് വിളിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുന്ന. പ്രോബ്ലത്തിൽ നമുക്ക് തരാനുള്ള മാട്രിക്സ് ആണത്. തന്നെ പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്താണെന്നുള്ളൊരു ഡെഫിനിഷനും അതുപോലെ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് ചെറിയൊരു റിലേഷനും കൂടി നോക്കി വെച്ചേക്ക്.